ഹലോ ഗായ്സ്, 3Z കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടി 1 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിൻ്റെ നാരും അതുപോലെ തന്നെ കല്ലും മണ്ണൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 തവണ കഴുകിയതിന് ശേഷം ഇനിയും കഴുകണം. അതിന് മുൻപ് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ച് ഇതിൻ്റെ പുറഭാഗം ചുരണ്ടി കൊടുക്കണം, എന്ന് വെച്ച് പരണ്ടി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ കല്ലുമ്മക്കായുടെ സെൻറ്ററിൽ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇത് പിളർപ്പായിട്ട് 2 പിളർപ്പായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള അഴുക്കും ഒരു നാര് പോലെ തന്നെ കത്രിക വെച്ച് വെട്ടിക്കൊടുക്കണം. ചില കല്ലുമ്മക്കായ്ക്ക് ഉണ്ടാവും, ഇതിനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന കല്ലുമ്മക്ക അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അത് പിന്നെ 2-3 തവണ കഴുകിയിട്ട് ഊറ്റി വെക്കാം കേട്ടോ നന്നായിട്ട്. ഇനി 1 കപ്പ് അരിപ്പൊടി എടുത്ത് അതിലോട്ട് ഉപ്പിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് എന്താക്കാം, കുഴച്ച് വെക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങയിലോട്ട് മഞ്ഞൾപ്പൊടി, 1 പിടി കറിവേപ്പില, പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ, 4 പച്ചമുളക്, പിന്നെ എൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല, ഇപ്പോൾ 2-3 തവണ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഏലക്കായും ഗ്രാമ്പു പട്ട, അത് 2 ഏലക്ക, ചെറിയ കഷ്ണം ഗ്രാമ്പു, അതുപോലെ തന്നെ ചെറിയ കഷ്ണം പട്ട. ഇനി ഇതിലൂടെ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മുടെ ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും ചേർത്ത് നമുക്ക് ചതച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്കായും ഗ്രാമ്പു പട്ട ചേർക്കാൻ മറന്നു പോകരുത്, കറിവേപ്പിലൊക്കെ. അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ആയിക്കിട്ട് അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. നമുക്ക് മൂടിച്ചെമ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കഴിക്കാനും റെഡിയാണ്, ഹെൽത്തി ആയിട്ട് കഴിക്കാം. കാരണം എണ്ണയൊന്നും ആക്കാതെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ചിലത് അടർന്ന് കിട്ടും, ചിലത് ഇതുപോലെ വരൂല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, ഇത് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അതൊന്ന് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. നന്നായി കലക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടുപ്പിൽ ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവാൻ വെക്കാം. എന്നിട്ട് നമ്മുടെ മുളകിൻ്റെ അതിലോട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതങ്ങ് പൊരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലതിങ്ങനെ നമുക്ക് അടർന്ന് കിട്ടും, ചിലത് ഇതുപോലെ പൊരിക്കും. തട്ടുകടയിലൊക്കെ ഇതുപോലെയാണ് അധികം കാണാറ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്യുമ്പോൾ നന്നായി ക്ലീൻ ചെയ്യണം തോലൊക്കെ. കാരണം തോലിൽ കല്ലോ അല്ലെങ്കിൽ പുഴിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നന്നായി വൃത്തിയാക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പ്രത്യേകം ഇതുപോലെ കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്യാത്തവരൊന്നും എന്തായാലും ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്